പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മട്ടാഞ്ചേരിയിലാണ്. ഇത് പഴയ തലമുറയുടെ പഴമയെ നിലനിർത്തിക്കൊണ്ടും പുതുമയെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ഈ മട്ടാഞ്ചേരി ടൗൺ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അപ്പം മട്ടാഞ്ചേരിയിലെ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പുരാവസ്തുക്കളെ പറ്റി മറ്റ് നിരവധിയായ മ്യൂസിയങ്ങളെ പറ്റിയുള്ള കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മട്ടാഞ്ചേരിയിലുള്ള ഒരു പുരാവസ്തു വിൽപ്പന കേന്ദ്രവും അതുപോലെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ്. ഇവിടെ വർഷങ്ങൾക്ക് പഴക്കമുള്ള 1950 കാലഘട്ടത്തിൽ രൂപീകരിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച ഒരു പുരാവസ്തു വിൽപ്പന കേന്ദ്രമാണ്. ഇവിടെ വിൽക്കാൻ മാത്രമല്ല ആൾക്ക് കാഴ്ചകൾ വന്ന് കണ്ടു പോകാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം 1950 കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒരു വ്യക്തി സ്ഥാപിച്ച അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ സ്ഥാപിച്ച ഒരു ഷെറാട്ടോൺ എന്ന് പറയുന്ന ഒരു പുരാവസ്തു വിൽപ്പനശാലയാണ്. ഇവിടെ നമ്മുടെ പൗരാണിക കാലഘട്ടത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും അതോടൊപ്പം തന്നെ പുരാവസ്തുക്കളുടെയൊക്കെ വലിയ ഒരു ശേഖരം കാണാം. നമ്മുടെ കോഴിക്കോട് മലബാർ ഭാഗത്ത് കാണപ്പെടുന്ന തെയ്യക്കോലങ്ങളുടെ മനോഹരമായ ഒരു ആവിഷ്കാരമുള്ള വലിയ പഴക്കം ചെന്ന രൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് പഴയ കാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, ഇന്ന് കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞപ്പോൾ പണ്ട് കാലങ്ങളിൽ ടൈപ്പ് ചെയ്യാതിരിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനെ, അതുപോലെ തന്നെ റേഡിയോ, അതുപോലെ നമ്മുടെ ഫോണ്, പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഫോണുകളെ, നല്ല മനോഹരങ്ങളായ ക്ലോക്കുകളെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ 50ഉം 100ഉം വർഷം പഴക്കമുള്ള പിന്നെ വസ്തുക്കൾ കാണാം. അത് കണ്ടേ, വലിയ വാർപ്പ്, നല്ല ഒറിജിനലായ വാർപ്പാണ്, ഓടിൽ തീർത്ത വാർപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രൂപങ്ങൾ, ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഫ്രണ്ട് വശങ്ങളും അത് തടിയിൽ തീർത്ത മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പഴയ നമ്മുടെ പിന്നെ പാട്ട് കേൾക്കാൻ പറ്റിയ ഗ്രാമഫോണാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. പഴയ കാലങ്ങളിൽ ഈ പറയുന്ന ചർക്ക നുറുത്തുകൊണ്ടിരുന്ന ചർക്കയുടെ അതൊക്കെ പഴയ കാലങ്ങളിലാണ് നല്ല തടിയിൽ തീർത്തത് കാണാം. അതുപോലെ ചെറിയ വള്ളങ്ങളുടെ രൂപങ്ങളെ, ഗ്രാമഫോണിൻ്റെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വലിയ പൂജകളും നല്ല ക്ഷേത്ര ശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലങ്ങളിലെ ബൈനോക്കുലർ ഇതൊക്കെ വർഷങ്ങളുടെ പഴക്കമുള്ള ബൈനോക്കുലറാണ്. നല്ല ചുവർ ചിത്രങ്ങൾ, അത് എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലെ ഡോറുകളും അല്ലെങ്കിൽ വലിയ വാതിലുകളുടെയും ഭാഗമായി അടർത്തി വെച്ചതായിരിക്കാം. ഗണപതി ഭഗവാന്റെ ചിത്രങ്ങൾ, ബുദ്ധൻ്റെ വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങൾ, കോലങ്ങൾ കണ്ട വലിയ പിന്നെ ഗ്രാമഫോൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 1950 കാലഘട്ടത്തിലാണെന്ന് അതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞു. ഇദ്ദേഹം പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ കാളയുടെ തല, നമ്മുടെ തെക്കൻ കേരളത്തിലെ ഉത്സവങ്ങളുടെ ഭാഗമായി കെട്ട് കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കെട്ടുകാളകൾ. അതിൻ്റെ കെട്ടുകാള ഒറ്റത്തടിയിൽ തീർത്ത ഒരു കാളയുടെ മനോഹരമായ ഒരു തലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തടിയിൽ ചിത്ര ചുവർ ചിത്രങ്ങൾ, നല്ല മനോഹരമായ കൊത്തുപണികൾ കൊണ്ടുള്ള ചുവർ ചിത്രങ്ങൾ. ഈ ഷോപ്പിൽ ഏകദേശം ചെറിയ ഒരു എൻട്രി പാസ് മാത്രമാണ് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. എന്തായാലും മട്ടാഞ്ചേരി വരുമ്പം ഈ ഷോപ്പ് ഷെറാട്ടോൺ എന്ന് പറഞ്ഞ ഒരു പുരാവസ്തുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെൻസ് കാറ് ഉണ്ടോ, ഇത് നല്ല മനോഹരമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്, ഈ കാറുകളൊന്നും അവർ സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഏകദേശം വലിയ പഴക്കമുള്ള കാറാണ്. മുമ്പ് ഒരു കാലത്ത് റോഡുകളിലെ എല്ലാം അല്ലെങ്കിൽ കീഴടക്കിയ ഒരു ബെൻസ് കാറാണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ പഴയ കാലഘട്ടത്തിലുള്ള KLA 2893 എന്ന് പറയുന്ന നമ്പറിലുള്ള ആദ്യ കാലഘട്ടത്തിലെ കാറാണ്. അതുപോലെ പഴയ കാലത്തെ സൈക്കിളുകൾ, ഇപ്പം ഈ സൈക്കിളൊക്കെ മാറി ഇപ്പോൾ വ്യത്യസ്തമായ മോഡേൺ തരത്തിലുള്ള സൈക്കിളുകളാണ്. അയാൾ മഹാവിഷ്ണുവിനെ, ഗരുഡ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്ന, ഇതൊക്കെ ഒറ്റ തടിയിൽ തീർത്ത മനോഹരമായ ശില്പങ്ങളാണ്. അതുപോലെ നമ്മുടെ പഴയ കാലത്തിൽ ഉപയോഗിക്കുന്ന വിളക്ക്, ഈ വിളക്കിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്താൽ ഇതുവഴി എണ്ണ ഇവിടെ പാസ് ചെയ്തുകൊണ്ട് തിരികെത്താൻ സാധിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്ന 1/2 ലിറ്ററോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇതിനകത്ത് കിടാതെ ഇങ്ങനെ വിളക്ക് നിൽക്കുക. അങ്ങനെ പഴയ കാലത്തെ വിളക്കുകൾ, ചെമ്പ് പാത്രമാണ്. നല്ല ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ചെമ്പ് പാത്രമൊന്നും, ചെമ്പല്ല, ഇത് വെള്ളിയാണ്. വെള്ളി പാത്രങ്ങളൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ പഴയ കാലത്തെ എല്ലാ തനിമയും നിലർത്തിക്കൊണ്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ താഴികക്കുടം, ഒരു പുതിയ ക്ഷേത്രമൊക്കെ പണിയുമ്പോൾ താഴികക്കുടം സ്ഥാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെ. ആ പഴയ ഏതോ ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ വലിയ കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു താഴികക്കുടമാണ്. ഇത് പ്യുവറായി ചെമ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ
തടിയിൽ തീർത്ത മനോഹരമായ ശില്പങ്ങൾ. എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിലെ ശില്പങ്ങളാണ്. നമുക്ക് തന്നെ അറിയില്ല എന്തുമാണ് ഇതിനകത്ത്. നിരവധിയായ അക്ഷരങ്ങളും കൊത്തുപണികളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ. അതുപോലെ പഴയ ഗ്ലാസ്സുകൾ, ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഗ്ലാസ്സുകൾ. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന നല്ല മനോഹരമായ ഗ്ലാസ്സുകൾ കാണാം. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടേ ഉള്ളതാണ്. ഇതിൻ്റെ മനോഹരമായ രീതിയിൽ തന്നെ വർഷങ്ങളുടെ പഴക്കമുള്ള തന്നെയാണ്. ഇതിനകത്ത് മുത്തുകളൊക്കെ പതിപ്പിച്ച് നല്ല മനോഹരമായ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. അതുപോലെ ഇത് കണ്ട, അത് തുറന്ന് നമുക്ക് കാണിക്കാം. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. അതുപോലെ ഹിന്ദു ആചാരപ്രകാരം ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയുള്ള വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹങ്ങളാണ്. ഇതൊക്കെ സെയിൽ ചെയ്യാനും വെച്ചിരിക്കുന്നതാണ്. ആവശ്യക്കാർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങാം. മട്ടാഞ്ചേരിയിലെ ഷാരട്ടോൺ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ പുരാവസ്തു ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ് പറഞ്ഞത്. 10 തലയുള്ള ഒരു വിളക്കാണ് നമ്മുടെ വിളക്കുണ്ടോ. ഇത് രാവണൻ്റെ തലമാതിരി 10 തലയുള്ളൊരു വിളക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തലയുള്ള ഒരു വലിയ വിളക്ക്. നടരാജ വിഗ്രഹങ്ങൾ, പ്രത്യേക തരം മെറ്റീരിയൽ തീർത്ത വിളക്കുകൾ, അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ വിഗ്രഹം. ഞാൻ പറഞ്ഞോണ്ട് ഈ കാറിന് തൊട്ട് പഴയ നമ്മുടെ കാളവണ്ടിയിലൊക്കെ വരുന്ന മാൻഡിൽ, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് കത്തിക്കാവുന്ന മാൻഡിലല്ല, അതിൻ്റെ പഴയ കാലത്തുള്ള റാന്തൽ, റാന്തൽ. പഴയ കാലങ്ങളിലൊക്കെ കാളവണ്ടിയിലൊക്കെ ലൈറ്റില്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കുന്ന റാന്തൽ, റാന്തലാണ് കാണാൻ സാധിക്കുന്നത്. ഗരുഡ ഭഗവാന്റെ തടിയിൽ ചീർത്ത ചിത്രങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ, ഹിന്ദു ആചാരപ്രകാരമുള്ള മനോഹരമായ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. മട്ടാഞ്ചേരിയിൽ വരുന്ന പ്രിയപ്പെട്ട വിനോദസഞ്ചാരികൾക്ക് കാണാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് പോലീസ് മ്യൂസിയം. ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള പഴയ കാര്യങ്ങളും യൂണിഫോമുകൾ അടക്കമുള്ള ഒരു പോലീസിൻ്റെ ചരിത്രം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം മട്ടാഞ്ചേരിയിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായും കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സിനഗോഗ്. അതായത് ജൂതന്മാരുടെ കാലഘട്ടത്തിൽ അവർ കൂടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ദേവാലയവും അവരുടെ സഭ കൂടിയിരുന്ന സ്ഥലമാണ്. തീർച്ചയായും മട്ടാഞ്ചേരിയിൽ വരുന്ന വിനോദസഞ്ചാരികൾ കാണേണ്ട ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരിയിലുള്ള ഈ സിനഗോഗ്. മട്ടാഞ്ചേരിയിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ട്, മട്ടാഞ്ചേരി മട്ടൻ ചാപ്സ് പോലെ രുചികരവും മനോഹരവുമാണ്. പഴമയെ നിലനിർത്തിയും പുതുമയെ ഉൾക്കൊണ്ടുകൊണ്ടും മനോഹരമായ രീതിയിലാണ് ഈ പട്ടണവും ഇവിടുത്തെ കടകളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അപ്പം തീർച്ചയായും കൊച്ചി സന്ദർശിക്കാൻ വരുന്ന ആളുകൾ മട്ടാഞ്ചേരി കണ്ടു തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.